കുറുപ്പമ്പടി സീഡ് സൊസൈറ്റിയിൽ കോടികളുടെ അഴിമതിയെന്ന ആരോപണം. സംഭവത്തിൽ മാത്യു കുഴൽനാടൻ എംഎൽഎ, ഡീൻ കുര്യാക്കോസ് എംപി എന്നിവർക്ക് പങ്കുണ്ടെന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് NC മോഹനൻ. CPIM കുറുപ്പമ്പടി, കീഴ്ളം, മുടപ്പുഴ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറുപ്പമ്പടിയിൽ പ്രവർത്തിക്കുന്ന സീഡ് സൊസൈറ്റിയുടെ മറവിൽ ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും പകുതി വിലയ്ക്ക് എന്ന വാഗ്ദാനം നൽകി കോടികളുടെ അഴിമതി നടത്തിയെന്ന ആരോപണം പുകയുന്നു. ഈ പകുതി വില തട്ടിപ്പിൽ മാത്യു കുഴൽനാടൻ MLA, ഡീൻ കുര്യാക്കോസ് MP എന്നിവർക്ക് പങ്കുണ്ടെന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് NC മോഹനൻ പറഞ്ഞു. CPIM കുറുപ്പമ്പടി, കീഴിലം, മുടക്കുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ടില്ലേ, പിന്നെ ഇടുക്കിയിലെ MP ഡീൻ കുര്യാക്കോസ് മൂപ്പര് പറഞ്ഞ 45 ലക്ഷം കിട്ടി. ഞാൻ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഏൽപ്പിച്ച പണമാണ് 45 ലക്ഷം. ഒരു പാവപ്പെട്ട മനുഷ്യന് വീട് വെച്ച് കൊടുക്കാനാണ് ഈ പണം വാങ്ങുന്നതെങ്കിൽ എത്ര വേണ്ടി വരും? 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം. അതിൽ കൊണ്ടുവേണം. നമ്മുടെ നാട്ടിൽ എത്രയോ സന്നദ്ധ സംഘടനകൾ, ഗവൺമെന്റിന്റെ ലൈഫ് മിഷൻ പദ്ധതി, CPIM തന്നെ എത്ര പ്രദേശങ്ങളിൽ പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വെച്ച് കൊടുത്തിരിക്കുന്നു. അവിടെ ഒരു ഡീൻ കുര്യാക്കോസിനെയാണ് ഇടുക്കിയിൽ കണ്ടെങ്കിൽ മൂവാറ്റുപുഴയിലേക്ക് വരുമ്പോഴോ, മൂവാറ്റുപുഴയിലെ MLA കഥ പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മൂപ്പരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭൂമി കുഴിച്ച് ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതിയുടെ അംശങ്ങൾ എവിടെയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി ഭൂമി കുഴിച്ചതിന്റെ ആഴവും കരപ്പും തിട്ടപ്പെടുത്തുന്ന മഹാത്മാവാണ് മൂവാറ്റുപുഴ MLA കുഴൽനാടൻ. ഒരാളെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അഴിമതി എവിടെയുണ്ടെങ്കിലും പിന്നെ കുഴൽനാടൻ കുഴൽ വെച്ച് കണ്ടുപിടിക്കുന്നുണ്ടോ? പക്ഷെ അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചപ്പോ ഒരു കുഴലും ഉണ്ടായില്ല. പോരട്ടെ, ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം സ്വാഹ എന്ന് പറഞ്ഞ് മേടിച്ചു വെച്ചു. നിയമസഭയ്ക്കകത്ത് എന്തൊരു അലർച്ചയാണ് ഈ മഹാൻ നടത്തുന്നത്. ആര് കേട്ടാലും ശരിയെന്ന് തോന്നാവുന്ന വിധത്തിലുള്ള പഠിപ്പും തൊങ്ങലും കഥകളും ഉപകഥകളും അതിശയോക്തിയും ഉപമയും ഉൾപ്രേക്ഷയും ഒക്കെ ചേർത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം ജ്വരം ബാധിച്ചതിന്റെ ഉറഞ്ഞ തുള്ളലിന്റെ വേദിയായി കേരള നിയമസഭയെ എത്രയോ മൊത്തം മാറ്റി തീർത്ത അധമ രാഷ്ട്രീയത്തിന്റെ പ്രതീകങ്ങൾ ഇന്ന് മനുഷ്യരെ കബളിപ്പിക്കുന്നതിന്റെ ആശാന്മാരായി വിവരമായി ഈ സമൂഹത്തിന്റെ മുൻപാകെ നിൽക്കുന്നത്. കോൺഗ്രസിലെ പഠനപ്പിണക്കങ്ങൾ രൂക്ഷമായതാണ് കോടികളുടെ അഴിമതി പുറത്തുവരാൻ കാരണം. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് സീഡ്സ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നടന്നതെന്ന് NC ചൂണ്ടിക്കാട്ടി. എല്ലാ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഇതിന്റെ നേതാക്കന്മാരായി മാറിയിരിക്കുന്നു. BJPയുടെ താരശോഭയുള്ള നേതാക്കന്മാരൊക്കെ ഈ കബളിപ്പിക്കലിന്റെ നേതൃത്വമായി മാറിയിരിക്കുന്നു. ഇത് നാടിനെ കൊള്ളയടിക്കുന്നതിന്റെ പുതിയ രൂപഭാവങ്ങളാണ്. നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്റെ പരിമിതികളെ, സാമ്പത്തിക പരിമിതികളെ, അവന്റെ ആഗ്രഹങ്ങളെ, അവന്റെ പ്രതീക്ഷകളെ ചൂഷണം ചെയ്ത് അവരെയൊക്കെ രാഷ്ട്രീയമായി തങ്ങളോട് അടുപ്പിക്കാനുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടി ഈ പാവപ്പെട്ട മനുഷ്യന്റെ മോഹങ്ങളെ ഉപയോഗപ്പെടുത്തി അവരിൽ നിന്ന് പണം തട്ടിയെടുത്ത് ഒരു ഭാഗത്ത് കോടീശ്വരന്മാരാകലും മനുഷ്യരെ പറ്റിക്കലും കലാപരിപാടിയായി കൊണ്ടു നടക്കുന്ന ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാരെ ഈ നാട് തിരിച്ചറിയണം. പാവപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരും ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരും നാട്ടിലെ പാവപ്പെട്ട കുടുംബത്തിലെ ചെറുപ്പക്കാരികളും വിദ്യാർത്ഥികളും എല്ലാവരും അടങ്ങുന്നവരോട് പറയല്ലേ, 1,20,000 രൂപ വിലയുള്ള സ്കൂട്ടർ ആവട്ടെ, ബൈക്ക് ആവട്ടെ, ഗൃഹോപകരണങ്ങളാവട്ടെ, പാതി വിലയ്ക്ക്. എന്തൊരു പ്രലോഭനം നോക്കണേ. കോടിക്കണക്കിന് രൂപയുടെ പകൽക്കൊള്ള നടത്താൻ പാതിവില തട്ടിപ്പിന്റെ ഉസ്താദുമാരുമായി അരങ്ങേറിയിട്ടുള്ള ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാവരും ഇന്ന് ഒരു ഗ്രൂപ്പിലെ ആൾക്കാരാണെന്നാണ് മറ്റേ ഗ്രൂപ്പുകാർ പറയുന്നത്. ചില കോൺഗ്രസ് നേതാക്കന്മാർ 2 കൈ ഉയർത്തിയിട്ട് പറയാണ്, ഇത് ഞങ്ങളുടെ ഗ്രൂപ്പല്ല. ആ പറയുന്നവരുടെ ഗ്രൂപ്പിന്റെ മഹാത്മ്യം നോക്കാൻ പോയാൽ പിന്നെ ഇതാണോ കോൺഗ്രസ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും.
മാറുന്നത്. മുൻകൂറായി പണമടച്ചാൽ 50% വിലക്കുറവിൽ ഗൃഹോപകരണങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവ നൽകാമെന്നായിരുന്നു വാഗ്ദാനം. സ്ത്രീകൾക്കായി 1,20,000 രൂപയുടെ വാഹനം 60,000 രൂപയ്ക്ക് നൽകാമെന്ന വ്യാജേന പാവപ്പെട്ട തൊഴിലുറപ്പ് കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി. കുറുപ്പമ്പടിയിലെ കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഈ സ്ഥാപനത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം വേണമെന്ന് അഡ്വക്കേറ്റ് NC മോഹനൻ ആവശ്യപ്പെട്ടു. മറുപടി ഉണ്ടോ? ഈ പാവപ്പെട്ട മനുഷ്യരെ കബളിപ്പിച്ചതിന് മറുപടി ഉണ്ടോ? നിങ്ങൾക്ക് പാതി വിലയ്ക്ക് സ്കൂട്ടർ, പാതി വിലയ്ക്ക് TV, പാതി വിലയ്ക്ക് ഫ്രിഡ്ജ്, പാതി വിലയ്ക്ക് നിങ്ങളെ തന്നെ പാതി വിലയ്ക്ക് ആക്കി കൊടുക്കാം എന്ന് പറഞ്ഞവർ എന്ത് കൊള്ളരുതായ്മയാണ്, എന്ത് കൊള്ളയാണ് ഈ കാണിച്ചത്? എന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായ പോലീസുകാരുടെ ഒരു നാടകം കണ്ടില്ലേ? ആ നാടകം കണ്ടപ്പോ ഞാൻ ആലോചിച്ചെന്നറിയോ, നമ്മുടെ പെരുമ്പാവൂരിലെ ജിഷാബ് കേസ് ഉണ്ടായ സന്ദർഭത്തിൽ UDFന്റെ ഭരണകാലത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ പ്രതികളെ പിടിച്ച് എന്ന് കാണിക്കാൻ ചെരുപ്പ് കെട്ടിത്തൂക്കിയും പ്രതികളെ തലയിൽ മുണ്ടിട്ട് കൊണ്ടുവന്ന ആൾമാറാട്ടം നടത്തിയും കാണിച്ച ഒരു വേലത്തരങ്ങളുണ്ടല്ലോ. ആ വേലത്തരങ്ങളുടെ ആശാന്മാരായിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ പ്രതിയെ, ഈ കൊള്ളക്കാരനെ പിടിച്ച് മീഡിയയുടെ മുന്നിൽ നിർത്തിയിട്ട് പറയിപ്പിക്കുകയാണ്, ഞങ്ങള് കുഴൽനാടനെ കൊടുത്തിട്ടില്ല. ആർക്ക് വേണ്ടി പറയിപ്പിച്ചതാ? ഇങ്ങനെയാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെയാണ്. അവർക്ക് ചിലരെയൊക്കെ രക്ഷിക്കണം. അതിനു വേണ്ടിയുള്ള വേലത്തരങ്ങളാണ്. അതിനത് വടക്കേണ്ട ഇന്ത്യ ഒന്നും അല്ല എന്നുള്ള കാര്യം ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കി വെക്കണം. ഇത് വടക്കേ ഇന്ത്യയല്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉയർന്നതും ചെറുതുമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന മാനിപ്പുലേഷന്റെ ഇരകളായി നിർഭാഗ്യവാന്മാരായ മനുഷ്യർ മാറ്റപ്പെടുന്നുവെങ്കിൽ ഈ കേരളം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലല്ല എന്ന തിരിച്ചറിവ്, ഈ മാനിപ്പുലേഷന്, കൃത്രിമത്വത്തിന്, ഈ കള്ളക്കൂട്ടിന്, കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നോക്കി വെക്കണം. ഇത് കേരളമാണ്. ഈ പാഴ്വേലയൊന്നും ഇവിടെ നടക്കില്ല എന്ന് തിരിച്ചറിയണം. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.